ടെക് ലോകത്തെ വാർത്തകൾ. ഇന്ത്യൻ വാഹന വിപണി ശ്രദ്ധേയമായ മാറ്റത്തിന് വഴിയൊരുങ്ങുന്നതായി വാഹന ഡീലർമാരുടെ ദേശീയ സംഘടനയായ ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷന്റെ പുതിയ റിപ്പോർട്ട്. പെട്രോൾ വാഹനങ്ങൾക്ക് ശക്തമായ വെല്ലുവിളിയുമായി ബദൽ ഇന്ധന വാഹനങ്ങൾ മുന്നേറുകയാണെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ജൂലൈ മാസത്തിലെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് വിറ്റഴിഞ്ഞ യാത്രാവാഹനങ്ങളിൽ പെട്രോൾ വാഹനങ്ങളുടെ വിപണി വിഹിതം 41.68%. അതേസമയം CNG ഹൈബ്രിഡ് വൈദ്യുത വാഹനങ്ങൾ എന്നിവയുടെ സംയുക്ത വിഹിതം 40.59%. ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള അന്തരം ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ നിലയിലാണെന്നാണ് സംഘടനയുടെ വിലയിരുത്തൽ. ഇന്ധനച്ചെലവ് കുറയ്ക്കാനാകുമെന്ന പ്രതീക്ഷ, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം, സർക്കാർ പ്രോത്സാഹനങ്ങൾ, ചാർജിംഗ് ഇന്ധന വിതരണ ശൃംഖലയുടെ വികസനം എന്നിവയാണ് ബദൽ ഇന്ധന വാഹനങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കാൻ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ജൂലൈ മാസത്തിൽ രാജ്യത്തെ മൊത്തം വാഹന വിൽപ്പനയിലും മികച്ച വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വരാനിരിക്കുന്ന ഉത്സവകാലത്ത് വാഹന വിപണിക്ക് കൂടുതൽ ഉണർവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാര മേഖല. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യുവ റൈഡർമാരെ ലക്ഷ്യമിട്ട് ബജാജ് ഓട്ടോ പുതിയ പൾസർ N160S, 160SS മോഡലുകൾ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു. പുതിയ മോഡലുകളുടെ പ്രാരംഭ എക്സ് ഷോറൂം വില 1.34 ലക്ഷം മുതലാണ്. സ്റ്റൈലിംഗിലും സാങ്കേതിക വിദ്യയിലും ശ്രദ്ധേയമായ പുതുമകളോടെയാണ് ബൈക്കുകൾ വിപണിയിലെത്തിയത്. പുതിയ മോഡലുകൾക്ക് കൂടുതൽ ഷാർപ്പായ സ്പോർട്ടി ഡിസൈൻ, പൂർണ്ണമായും LED ലൈറ്റിംഗ്, ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോടുകൂടിയ സ്മാർട്ട് ഫോൺ ഇന്റഗ്രേഷൻ തുടങ്ങിയ ആധുനിക ഫീച്ചറുകളാണ് നൽകിയിരിക്കുന്നത്. സുരക്ഷ മുൻനിർത്തി ഡ്യുവൽ ചാനൽ ABS-ഉം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിനിൽ കാര്യമായ മാറ്റങ്ങളില്ല. 164.82 cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് രണ്ട് മോഡലുകളിലും ഉപയോഗിച്ചിരിക്കുന്നത്. നഗരയാത്രകൾക്കും ദീർഘദൂര യാത്രകൾക്കും ഒരുപോലെ അനുയോജ്യമായ പ്രകടനമാണ് ഈ എഞ്ചിൻ നൽകുന്നതെന്ന് കമ്പനി അവകാശപ്പെടുന്നു. 160 cc മോട്ടോർ സൈക്കിൾ വിഭാഗത്തിൽ കൂടുതൽ ശക്തമായ സാന്നിധ്യം ഉറപ്പാക്കുകയാണ് പുതിയ മോഡലുകളിലൂടെ ബജാജിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ഷവോമി ഇന്ത്യയിലെ ബിസിനസ് വ്യാപനം കൂടുതൽ ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി കമ്പനിയുടെ ആഗോള സ്മാർട്ട് ഹോം ബ്രാൻഡായ മിജിയ ഇന്ത്യയിൽ അവതരിപ്പിച്ചു. മിജിയ ബൈ ഷവോമി എന്ന പുതിയ ബ്രാൻഡിനു കീഴിൽ വലിയ ഗാർഹികോപകരണങ്ങൾ പുറത്തിറക്കാനുള്ള പദ്ധതിയാണ് കമ്പനി ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച് 12 വർഷം പൂർത്തിയാകുന്ന വേളയിലാണ് കമ്പനി സുപ്രധാന നീക്കം നടത്തുന്നത്. ഇതുവരെ ഷവോമി ഇന്ത്യയിൽ പ്രധാനമായും സ്മാർട്ട് ഫോണുകൾ, സ്മാർട്ട് TVകൾ, എയർ പ്യൂരിഫയർ, വെയറബിൾ ഉപകരണങ്ങൾ എന്നിവയാണ് വിപണനം ചെയ്തത്. എന്നാൽ പുതിയ പ്രഖ്യാപനത്തോടെ കമ്പനി സ്മാർട്ട് ഹോം, ലൈഫ് സ്റ്റൈൽ, ലാർജ് ഹോം ആപ്ലിക്കൻസസ് എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഒരുങ്ങുന്നത്. സ്മാർട്ട് ഫോൺ വിപണിയിലെ വളർച്ച മന്ദഗതിയിലായ സാഹചര്യത്തിൽ ഗൃഹോപകരണങ്ങളും സ്മാർട്ട് ഹോം ഉൽപ്പന്നങ്ങളും ഉൾപ്പെടുന്ന പുതിയ ബിസിനസ് മേഖലകളിലേക്ക് കടക്കുകയാണ് ഷവോമി. ഇതിലൂടെ ഇന്ത്യയിലെ ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് വിപണിയിൽ കമ്പനിയുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാകുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.